ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇപ്പം ഇരുന്നിങ്ങനെ ഓർക്കുമായിരുന്നു, എനിക്ക് നന്നായിട്ട് മണി മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട് കേട്ടോ, മണി മാനേജ്മെൻറ്റ്. സോ ഞാൻ ആലോചിക്കുമായിരുന്നു, ആക്ച്വലി മണി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം സീരിയസ്ലി ഞാൻ അങ്ങനെ അധികം മണി സ്പെൻഡ് ചെയ്യാറില്ല. പിശുക്കല്ല, പക്ഷെ അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യും, അനാവശ്യമായിട്ട് ലൈക്ക് ഫുഡ് ഡ്രസ്സിനോ ഇനിയിപ്പം അല്ലാതുള്ള കോസ്മെറ്റിക്സ് ഒന്നും വാങ്ങാറ് പോലുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുഡിന് ഇതിനൊക്കെയല്ലേ കൂടുതലായിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഈവൺ വെറുതെ ഇങ്ങനെ ടൂർ പോവുക, ട്രിപ്പ് പോവുക, അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. ഒക്കെ ഉണ്ട്, ആവശ്യത്തിന് മാത്രം, അനാവശ്യമായിട്ട് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, ഐ എം ഗുഡ് ഇൻ മണി മാനേജ്മെൻറ്റ്. ഓക്കെ, മണി മാനേജ്മെൻറ്റും ഉണ്ട്, നല്ല ടൈം മാനേജ്മെൻറ്റും ഉണ്ട്, ഹോം മാനേജ്മെൻറ്റ് സ്കില്ലും ഉണ്ട്. ഓക്കെ, സോ ഉണ്ടെന്ന് പറയാതെ എനിക്ക് എങ്ങനെ ഉണ്ടായി, അതാണ് പോയിന്റ്. സോ ഈ ചെറുതാവുന്ന സമയത്ത് എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ചെറുതാകുമ്പോൾ ബസ്സിനൊക്കെ പോകുമ്പം പണ്ടൊക്കെ എസ് ടി കൊടുക്കുമല്ലോ ബസ്സിൽ. സോ എൻ്റെ അച്ഛനൊക്കെ കറക്റ്റ് ഇപ്പോൾ എസ് ടി ₹1 75 പൈസയൊക്കെ ആയിരുന്നു ആ സമയത്ത്. സോ 75 പൈസയൊന്നും ചിലപ്പോൾ കിട്ടൂല, 50 25 കോയിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ₹1 കൊടുക്കുക. സോ അച്ഛൻ കറക്റ്റായിട്ട് എന്ത് വരും, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒന്നും ₹2 ഒരു ദിവസം. സോ അങ്ങനെ 5 ₹10. ഓക്കെ, സോ വീക്കിലി ₹10 തരും. അതിലങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് കിട്ടാന്ന് പറഞ്ഞിട്ടാണ് പൈസ കയ്യിലുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ബാക്കിയുള്ള കുട്ടികൾ ചിലപ്പോൾ മിഠായി വാങ്ങി തിന്നും, ഐസ് വാങ്ങി തിന്നും, അത് തിന്നും ഇത് തിന്നും, വെള്ളം കുടിക്കും. പക്ഷെ നമ്മളൊന്നും ചെയ്യൂല. വരിക, പോവുക, ബസ്സിന് പോവുക, തിരിച്ചു വരിക, ഈ ഒരു പരിപാടി മാത്രം. ഓക്കെ, സോ അവിടെ തന്നെ ഞാൻ അവൻ്റെ മണി മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ബാക്കി ഇപ്പം വീട്ടിൽ നിന്നായാലും ചെറുതാകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് ഡ്രസ്സായാലും അനാവശ്യമായിട്ട് വാങ്ങില്ല, ഫുഡായാലും അനാവശ്യമായിട്ട് വാങ്ങില്ല. ഓക്കെ, വല്ലപ്പോഴും നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് വാങ്ങും ചെയ്യും, ഫുഡ് വാങ്ങും, കഴിക്കാറുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോയിട്ട് കഴിക്കാറുള്ളത്. എവിടെ ഫംഗ്ഷൻ ആയാലും ഒക്കെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകാറ്. എല്ലാം ഉണ്ട്, പക്ഷെ ഒക്കെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഓവർ സ്പെൻഡിങ് ഇല്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ബ്രദറും, അത് നല്ലൊരു ഗുഡ് പാരൻറ്റിങ് ആയിരുന്നു കേട്ടോ. എൻ്റെ പാരൻസിൻ്റെ അടുത്തുനിന്ന് ഉള്ള നല്ല പാരൻറ്റിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ലതാണ് ആ ഒരു കാര്യത്തിൽ, ഇങ്ങനെയുള്ള മണി മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്യുന്നുണ്ടതായിട്ട് എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ പാരൻറ്റിങ് നല്ലതായിരുന്നു. അതുകൊണ്ടാണ്. സോ നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ ആവുന്ന സമയത്ത് നമുക്ക് കാലത്തിനൊത്ത് ഓടണം എന്നാണ്. പക്ഷേ ചില നല്ല കാര്യങ്ങൾ നമുക്ക് ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓക്കെ, സോ അവർക്കും കൂടെ ആ സ്കിൽസ് കാര്യങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും അത് നല്ലതേ വരുത്തുള്ളൂ.